വാർത്തകളിലേക്ക് വിശദമായി തന്നെ കടക്കാം. ശശി തരൂരിനെ തള്ളി കോൺഗ്രസ് ദേശീയ നേതൃത്വം. വ്യക്തികളുടെ അഭിപ്രായം പാർട്ടിയുടെ അഭിപ്രായമല്ലെന്ന് ജയറാം രമേശ്. അതേസമയം തരൂരിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നടപടിക്ക് സാധ്യതയില്ല. ഡൽഹിയിൽ നിന്നും പി ബസന്ത് വിവരങ്ങളുമായി ചേർന്നുണ്ട്. ബസന്ത്, സംസ്ഥാനത്തെയും ദേശീയ നേതൃത്വത്തെയും ഒരേപോലെ തന്നെ പ്രതിസന്ധിയിലാക്കുന്ന പ്രസ്താവനകളാണ് തരൂരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നതിൽ യാതൊരു സംശയവും പാർട്ടിക്കില്ല. ഇപ്പോൾ ദേശീയ നേതൃത്വം ഈ വിഷയത്തെ വിലയിരുത്തുന്നത് എങ്ങനെയാണ്? ഈ അതൃപ്തി അറിയിക്കുക മാത്രമാണോ ഉള്ളത്? നടപടിയിലേക്ക് പോകുന്നില്ല? നടപടിക്കുള്ളൊരു സാധ്യതയില്ല എന്നുള്ളതാണ് ഇപ്പോൾ പാർട്ടി വക്താവ് കൂടിയായ ജയറാം രമേശ് അല്പസമയം മുമ്പ് പുറത്തിറക്കിയ ഒരു പോസ്റ്റിൽ പറയുന്നത്. അതിൽ രണ്ട് കാര്യങ്ങളാണുള്ളത്. അതായത് ഏറ്റവും കൂടുതൽ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള പാർട്ടിയാണ് കോൺഗ്രസ് എന്നുള്ളതാണ്. അതായത് ഇന്ത്യയിലെ ഏറ്റവും അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഏക പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. പൂർണ്ണമായുമുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം ഈ പാർട്ടിയിലുണ്ട്. ദർ ഈസ് അബ്സല്യൂട്ട് ഫ്രീഡം ഓഫ് സ്പീച്ച് ആസ് വെൽ ആസ് ഫ്രീഡം ആഫ്റ്റർ സ്പീച്ച്. അതാണ് ഈ സ്റ്റേറ്റ്മെൻറ്റിലെ ഏറ്റവും നിർണായകമായ വാചകം എന്ന് പറയുന്നത്. അതായത് പാർട്ടിയുടെ അഭിപ്രായം സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെടുത്തി പറയുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യം പൂർണ്ണമായുള്ള ഏക പാർട്ടിയാണ്. അതോടൊപ്പം തന്നെ ആ അഭിപ്രായം പ്രകടനത്തിന് ശേഷവും സ്വാതന്ത്ര്യമുണ്ടാകും എന്നുള്ളത് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കടുത്ത നടപടിക്കോ അല്ലെങ്കിൽ ഒരു വിശദീകരണം തേടലിനോ ഒന്നും പാർട്ടി തയ്യാറല്ല എന്നുള്ളതാണ്. മാത്രമല്ല, ശശി തരൂരിൻ്റെ പേര് എടുത്തു പറഞ്ഞിട്ടുമില്ല. എല്ലാ അംഗങ്ങൾക്കും അവർക്ക് ഏത് വിഷയത്തിൽ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും അഭിപ്രായങ്ങൾ പറയാം. മെമ്പേഴ്സ് ഗിവ് ദെയർ വ്യൂസ് ഓൺ ഇഷ്യൂസ് വിച്ച് ആർ ഓൺ ഒക്കേഷൻ ദെയർ ഓൺ. അത് പാർട്ടിയുടെ അഭിപ്രായമായി പ്രതിഫലിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ പൊതുവായിട്ടുള്ള ഒരു പ്രസ്താവനയിൽ പറഞ്ഞിട്ടുള്ളത്. ഇറ്റ് ഈസ് എ പാർട്ടി സ്റ്റാൻഡ്സ് ദാറ്റ് ഇസ് പാരമൗണ്ട്. അതായത് പാർട്ടിയുടെ നിലപാടാണ് ഏറ്റവും നിർണായകമായിട്ടുള്ളത് അല്ലെങ്കിൽ പ്രാധാന്യത്തോടെ ഉള്ളത് എന്നുള്ളതാണ്. രണ്ട് കാര്യങ്ങളാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ശശി തരൂരിൻ്റെ പേരെടുത്ത് പറഞ്ഞിട്ടില്ല. അദ്ദേഹം കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമാണ് എന്നുള്ളതും കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് വളരെ കരുതലോടെയാണെങ്കിലും ഇതിൽ പാർട്ടിയുടെ നിലപാട് ഇപ്പോൾ ദേശീയ നേതൃത്വം വ്യക്തമാക്കിയിരിക്കുന്നത്. രണ്ടാമതായിട്ട്, ഫ്രീഡം ഓഫ് സ്പീച്ച് ഉള്ള പാർട്ടിയാണ്. അതായത് അഭിപ്രായ സ്വാതന്ത്ര്യം ഉള്ള പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയുന്നതോടൊപ്പം തന്നെ ഫ്രീഡം ആഫ്റ്റർ സ്പീച്ച് എന്നുള്ളൊരു വാചകം കൂടി ആ പ്രസ്താവനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് അഭിപ്രായ പ്രകടനത്തിന് ശേഷവും സ്വാതന്ത്ര്യത്തോടെ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു പാർട്ടിയാണിത്, അല്ലെങ്കിൽ കോൺഗ്രസ് അത്തരത്തിലുള്ളൊരു പാർട്ടിയാണെന്നാണ് ജയറാം രമേശ് വ്യക്തമാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പാർട്ടിയുടെ നിലപാടുകൾ പാർട്ടിയുടേതാണ്, അന്തിമമായിട്ടുള്ള നിലപാട്. അതിൽ വ്യക്തികളുടെ അഭിപ്രായത്തിന് വലിയ മുൻതൂക്കം വരുന്നില്ല. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അഭിപ്രായങ്ങൾ പറയാം പല വിഷയങ്ങളിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പൊതുവായ ഒരു വിശദീകരണമാണ് ഇപ്പോൾ പാർട്ടി അല്ലെങ്കിൽ കോൺഗ്രസ് നൽകിയിരിക്കുന്നത്. നേരത്തെ KC വേണുഗോപാൽ സംഘടനാ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് പാർട്ടിയുടെ നിലപാട് അല്ലെങ്കിൽ ശശി തരൂരിൻ്റെ നിലപാട് പൂർണ്ണമായും തള്ളിക്കളഞ്ഞിട്ടുണ്ട്. സമാനമായ ഇതിൽ തന്നെയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡും ഇപ്പോൾ ആ ശശി തരൂരിൻ്റെ നിലപാടിനെ തള്ളിക്കളഞ്ഞിട്ടുള്ളത്. പക്ഷേ അവിടെ ഒരു വിശദീകരണം തേടലിനുള്ളൊരു സാധ്യത ഇല്ല എന്നുള്ളൊരു സൂചന കൂടി ആ പ്രസ്താവനയിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും.